ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അനന്തപുരിയുടെ പടിയിറങ്ങിയതിനോടൊപ്പം MD സ്ഥാനവും രാജിവെച്ചത് കൊണ്ട് തന്നെ അനിയെ ആ കസേരയിലേക്ക് ഇരുത്തുകയാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുത്തശ്ശൻ്റെ ആജ്ഞപ്രകാരം അനി ആ ചുമതല ഏറ്റെടുക്കുകയാണ്. അതേസമയം കിരണും കല്യാണിയും ദിവസങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഡേവിഡിൻ്റെ പൂർവ്വകാല ചരിത്രം കണ്ടുപിടിക്കുകയാണ് കേട്ടോ. പുറമേ ഇന്നസെൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും ആളൊരു കൊടും ക്രിമിനലാണെന്നും പല സ്ത്രീ വിഷയങ്ങളിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നും ഒരുപാട് നാൾ ജയിലിൽ കിടന്നിട്ടുള്ളതാണെന്നുമുള്ള കാര്യങ്ങളെല്ലാം കിരണും കല്യാണിയും കണ്ടുപിടിക്കുകയാണ്. AM ജ്വല്ലറിയുടെ വേരുകൾ ചികഞ്ഞു പോയ കിരണിന് അതിൻ്റെ ഓണർ ശരിക്കും ഡേവിഡ് അല്ലെന്നും അത് നാഗേന്ദ്രനാണെന്നും മനസ്സിലാവുകയാണ്. നാഗേന്ദ്രനുമായിട്ട് ഒരു സെൽഫി എടുക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ. അതിനുശേഷം ഈ ഫോട്ടോ ആദർശിന് അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ഒളിഞ്ഞിരുന്ന AM ജ്വല്ലറിയുടെ ഓണർ നാഗേന്ദ്രനാണ്, ഡേവിഡ് അല്ല എന്നുള്ള കാര്യം. നാഗേന്ദ്രൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആദർശ് തിരിച്ചറിയുകയാണ് ഇത് പണ്ട് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മുടെ ജലജ ചെറിയമ്മയുടെ ഭർത്താവാണെന്നുള്ള കാര്യം. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇയാളുടെ ശക്തി സ്രോതസ് എന്താണെന്ന് കണ്ടുപിടിക്കണം, എവിടെ നിന്നാണ് ഇത്രയും സ്വർണം ഇയാൾക്ക് പണിക്കൂലി ഇല്ലാതെ വിൽക്കാൻ കഴിയുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ശത്രു ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അയാളുടെ ശക്തി സ്രോതസ്സുകൾ കൂടെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ അയാളെ വേരോടെ നശിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ കിരൺ വളരെ തന്ത്രപൂർവ്വം നാഗേന്ദ്രൻ്റെ പൂർവ്വചരിത്രം കണ്ടെത്തുകയാണ്. ദുബായിലെ ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു മലയാളിയെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്വർണം നാഗേന്ദ്രൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അനന്തപുരി തറവാടിൽ നിന്നും പുറത്താക്കിയെങ്കിലും ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് തറവാടിൻ്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വസ്തത നേടിയെടുത്ത് അവരെ ചതിച്ച് ജയിലിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണശേഖരമാണ് നാഗേന്ദ്രൻ തട്ടിയെടുത്ത് ഇപ്പോൾ പണിക്കൂലി പോലുമില്ലാതെ മറ്റു നികുതികളൊന്നും അടയ്ക്കേണ്ടതില്ലാതെ AM ജ്വല്ലറിയിലൂടെ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനന്തപുരി തറവാടിനും മൂർത്തീസ് ജ്വല്ലറിക്കും AM ജ്വല്ലറിയുടെ ഒപ്പം എത്താൻ കഴിയാത്തത്. അതുകൊണ്ട് കള്ളത്തരത്തിലൂടെ നേടിയെടുത്ത സ്വർണം കൊണ്ടാണ് അയാൾ ഈ വിജയം കെട്ടിപ്പടുത്തതെന്ന് ആദർശ് തിരിച്ചറിയുകയാണ്. മാത്രമല്ല, നാഗേന്ദ്രന് എതിരായ തെളിവുകളെല്ലാം ആ വ്യാപാരിയുടെ കയ്യിലുണ്ടായിരുന്നെന്നും അത് അയാൾ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിശ്വസ്തരായ ആരും തന്നെ കൂടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് ഇതുവരെ പുറത്തു വിടാതിരുന്നതെന്നും നമ്മുടെ കിരൺ ആദർശിനോട് പറയുകയാണ്. അങ്ങനെ ആദർശ് ദുബായിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ദുബായിൽ ചെന്നിട്ട് ഒരുപാട് സ്വാധീനം ഉപയോഗിച്ച് തന്നെ ആ വ്യാപാരിയെ ജയിലിൽ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നാഗേന്ദ്രനെതിരായിട്ടുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം വ്യക്തമായ തെളിവുകൾ ഇതിനെല്ലാം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ട് വേഷം മാറി നമ്മുടെ ആദർശ് AM ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ്. ഡേവിഡ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ആദർശിനെ സ്വീകരിക്കാനായിട്ട്. ഒരു ബിസിനസ് ഡീലർഷിപ്പിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും ഇവിടെ ഒരുപാട് ബ്രാഞ്ചുകൾ തുറക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദർശ് ചെല്ലുന്നത്. ഒരുപാട് കോടിക്കണക്കിന് രൂപയും അതുപോലെ സ്വർണവും ഡയമണ്ടും എല്ലാം വാഗ്ദാനം ചെയ്യുകയാണ് കേട്ടോ. വളരെ കുറഞ്ഞ നിരക്കിലും നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഗോൾഡ് സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടിട്ട് ഡേവിഡ് അതിൽ വീണ് പോവുകയാണ്. അതുപോലെ തന്നെ അത്യാർത്ഥിക്കാരനായിട്ടുള്ള നാഗേന്ദ്രനും ആ ഒരു വാഗ്ദാനം വിശ്വസിച്ച് ആദർശിനെ കാണാൻ വേണ്ടി ആദർശ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് കിരണും കല്യാണിയും നയനയും ആദർശും അനിയും എല്ലാവരും കൂടെ ചേർന്ന് നന്ദുവിൻ്റെ സഹായത്തോടു കൂടി നാഗേന്ദ്രനെ വരുതിയിലാക്കുന്നതും അയാൾക്കെതിരെയുള്ള തെളിവുകൾ നിരത്തി ഇനി തനിക്ക് രക്ഷയില്ല എന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അനന്തപുരി തറവാടിലേക്ക് നാഗേന്ദ്രനെ കൊണ്ടുപോയി മൂർത്തി മുത്തശ്ശൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് ആദർശ് തലയെടുപ്പോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞ ആ പ്രബലനായ ശത്രു ഇതാണ് നാഗേന്ദ്രൻ. പണ്ട് ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ട അതേ നാഗേന്ദ്രൻ തന്നെയാണ് AM ജ്വല്ലറിയുടെ ഓണറും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. പ്രത്യേകിച്ചും അനന്തമൂർത്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പണ്ടെപ്പോഴോ താൻ ഇവിടെ നിന്ന് പുറത്താക്കിയ ഇയാളാണ് ഇത്രയും കാലത്തിന് ശേഷം പക പോക്കാൻ വേണ്ടി തങ്ങളുടെ ബിസിനസ് തകർക്കാനും തറവാട് മുടിപ്പിക്കാനുമായി തിരിച്ചു വന്നിരിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുമാത്രമല്ല ഇവിടെ അവന്തിക എത്തിയത് പഠനം മതിയാക്കിയിട്ടൊന്നുമല്ല,
അത് അവളുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ചാരപ്രവൃത്തി നടത്താനായിരുന്നു എന്ന് പറയാണ്. ഇതോടെ കേൾക്കുന്നതോടെ ജലജയും അഭിയും ഒക്കെ ഞെട്ടുകയാണ്. കാരണം അവർക്ക് അവന്തികയുടെ ഈ ഒരു ഉദ്ദേശം അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവന്തിക തല കുനിച്ച് നിൽക്കുകയാണ്. നന്ദു നാഗേന്ദ്രനെ അവരുടെ എല്ലാവരുടെയും മുന്നിലിട്ട് നല്ലപോലെ പെരുമാറുകയാണ്. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ നന്ദുവിനോട് നിർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷം നാഗേന്ദ്രൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചതിന് ശേഷം, നിനക്ക് നേരായ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കള്ളത്തിലൂടെ ഉണ്ടാക്കിയ സ്വർണവും പണവും ഉപയോഗിച്ച് അനന്തമൂർത്തിയുടെ മൂർത്തി ജ്വല്ലറി തകർക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എന്നും സത്യവും ധർമ്മവും മാത്രമേ ജയിക്കുള്ളൂ എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം നന്ദു നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നാഗേന്ദ്രന് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹയർ ഒഫീഷ്യൽസ് ആണ് നാഗേന്ദ്രനെ പറ്റിയിട്ടുള്ള കേസുകളെല്ലാം അന്വേഷിക്കുന്നതും അയാൾക്കുള്ള ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടി ഉള്ളതും. അതിനുള്ള സ്വാധീനമെല്ലാം മൂർത്തി മുത്തശ്ശൻ ചെലുത്തിക്കോളുമെന്ന് ആദർശ് നയനോട് പറയുകയാണ്. അതിനുശേഷം അവന്തികയുടെ നേർക്ക് തിരികെയാണ് മൂർത്തി മുത്തശ്ശൻ. മോളെ, നിന്നെ ഞാൻ എൻ്റെ പേരക്കുട്ടിയായിട്ട് സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു. പക്ഷെ നീയും അമ്മയുടെ അച്ഛൻ്റെയും ഗുണം കാണിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ അർഹയല്ല. നീ മാത്രമല്ല, അഭിയും അതിന് അർഹനല്ല. അതുകൊണ്ട് മൂന്നും ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ 3 പേരെയും ആ നാഗേന്ദ്രനോടൊപ്പം തന്നെ അവർ പുറത്ത് ഇറക്കി പിണ്ടം വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ തറവാടിലേക്ക് പ്രവേശനമില്ല. എന്തെങ്കിലും നക്കാപ്പിച്ച വേണമെങ്കിൽ മാസം തോറും ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് തന്നോളാം. അത് വാങ്ങാൻ പോലും ഈ വഴിക്ക് കണ്ടേക്കരുത് 3-നെയും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവരെ പുറത്താക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നവ്യ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തതല്ലേ ആദർശ്? എന്നിട്ട് അയാളെ പുറത്താക്കാതെ അഭിയെ എന്തിനാണ് പുറത്താക്കുന്നത്? ഒരു തെറ്റും അവനിപ്പോൾ ചെയ്തിട്ടില്ലല്ലോ. അവന്തിക ചെയ്തതുപോലെ നാഗേന്ദ്രൻ്റെ കൂടെ നിന്നിട്ട് ഒന്നുമല്ല അഭി ജീവിച്ചത് എന്ന് പറയുമ്പോൾ, അതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് നിന്റെ ഭർത്താവ്. നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മൂർത്തി പുറത്ത് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അച്ഛനും ചെറിയച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് അവരെ 3 പേരെയും അവിടെ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആദർശിനെയും നയനെയും വീട്ടിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ആദർശ് മുത്തശ്ശനെ കാണാൻ വേണ്ടി മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ഗുളിക കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇപ്പോൾ സമാധാനമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു മോനെ, നീ അവനെ കണ്ടെത്തുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് വാശി കയറ്റി അത്രയും പരുഷമായ വാക്കുകളെല്ലാം പറഞ്ഞത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയാം മുത്തശ്ശ, എത്രയൊക്കെ തള്ളി പറഞ്ഞാലും എന്നെ വെറുക്കാനോ എന്നെ ഉപേക്ഷിക്കാനോ മുത്തശ്ശന് കഴിയില്ല എന്നും, എനിക്ക് ആ ഒരു മത്സരബുദ്ധി വളർത്താൻ വേണ്ടി തന്നെയാണ് മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. എനിക്ക് അതിലൊന്നും ഒരു പരിഭവമോ പരാതിയോ ഒന്നും മുത്തശ്ശനോടില്ല എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ വന്ന് ആദർശിനെ 2 തോളിലും പിടിച്ച് അഭിമാനത്തോടെ നോക്കിയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ ആദർശ് മുത്തശ്ശൻ്റെ കാല് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിനി വേണമെങ്കിൽ സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കാം. കാരണം മൂർത്തീസ് ജ്വല്ലറി ഒരിക്കലും തകരില്ല. എൻ്റെ ആദർശ് മോനുണ്ട് അത് കാക്കാൻ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ മൂർത്തീസ് ജ്വല്ലറി ഞാൻ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കും. അതിൻ്റെ അധികം താമസമൊന്നുമില്ല. പക്ഷെ അത് കാണാൻ മുത്തശ്ശൻ ഇനി ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് നയനയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ദേവയാനിയും ജയനും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അനി വന്ന് പറയുന്നുണ്ട്, ഏട്ടൻ്റെ തണലിൽ നിന്നാണ് എനിക്ക് ശീലം. ഈ ഒരു MD സ്ഥാനം മുത്തശ്ശൻ എൻ്റെ നേർക്ക് നീട്ടിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാനത് സ്വീകരിച്ചത്. ഇനിയും കൂടുതൽ ദിവസങ്ങൾ എനിക്ക് അതിലിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏട്ടന് തന്നെ അർഹമായ ആ സ്ഥാനം വീണ്ടും തിരിച്ചെടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ മോനെ, അനിയെ തൽക്കാലം ഞാൻ ആ കസേരയിൽ ഇരുത്തിയെന്നേ ഉള്ളൂ. കാരണം നിനക്ക് പകരം പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. എന്തായാലും എനിക്ക് പ്രാപ്തി കുറവൊന്നും ഉള്ളത് കൊണ്ടല്ല, മൂത്തത് നീയാണല്ലോ. മാത്രമല്ല നിന്റെ കസേരയാണല്ലോ ഞാൻ അവന് കൊടുത്തത്. ഇപ്പോൾ നീ ആ തെറ്റുകളെല്ലാം തിരുത്തി വിജയശ്രീലാളനായി തിരിച്ചു വന്നത് കൊണ്ട് ഇനി അത് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് MD സ്ഥാനം ആദർശ് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ.